തെരഞ്ഞെടുപ്പ് രംഗത്ത് CPIM ജനറൽ സെക്രട്ടറി യെച്ചൂരിയുടെ വാക്കുകൾ. കേരളത്തിൽ ആരായിരിക്കും അധികാരത്തിൽ എത്തുക? യെച്ചൂരി ആത്മവിശ്വാസത്തോടെ ഇന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. യെച്ചൂരിയുടെ വാക്കുകളിലേക്ക്. I think it's fairly obvious that this is LDF is going to win. The question is what will be the quantum of majority in the assembly, but there will be an LDF ministry and a government. മന്ത്രിമാരുടെ നിലപാട് വ്യക്തമാക്കപ്പെടുമ്പോൾ ചവറ നിയമസഭാ മണ്ഡലത്തിൽ ഏതു തരത്തിലായിരിക്കും UDFന്റെ അവകാശവാദം? തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമെന്ത്? കോൺഗ്രസിലെ അനൈക്യമെന്നാണ് മന്ത്രി ഷിബു ബേബി ജോൺ പറയുക. കേരളത്തിൽ എവിടെ തോറ്റാലും ചവറയിൽ മന്ത്രിയുടെ സ്ഥിതി എന്ത്? പീപ്പിൾ ടിവിയോട് ഷിബു ബേബി ജോൺ പ്രതികരിക്കുകയുണ്ടായി. രാജ്കുമാറിലേക്ക് ആദ്യം. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയസാധ്യതയെക്കുറിച്ചാണ് മന്ത്രി ഷിബു ബേബി ജോണിനോട് അന്വേഷിച്ചത്. അതിന് വൈകിയാണെങ്കിലും ഒരു കാര്യം അദ്ദേഹം സമ്മതിച്ചു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകാൻ കാരണം കോൺഗ്രസിലെ അനൈക്യം, കോൺഗ്രസിലെ രണ്ട് ഗ്രൂപ്പുകൾ രണ്ട് പാർട്ടികളായി പ്രവർത്തിച്ചു. ഇപ്പോഴാ പ്രശ്നമില്ലെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം DCC പ്രസിഡന്റ് എഴുകോൺ സത്യശീലൻ ഷിബു ബേബി ജോണിനെ തള്ളി രംഗത്തെത്തി. അദ്ദേഹം പറഞ്ഞത് അത് അയാളുടെ അഭിപ്രായം മാത്രമാണ്. കോൺഗ്രസിൽ അങ്ങനൊരു ഗ്രൂപ്പ് പ്രശ്നങ്ങളോ അങ്ങനൊരു വഴക്കോ ഇല്ല എന്നാണ് DCC പ്രസിഡന്റ് എഴുകോൺ സത്യശീലൻ പറഞ്ഞത്. അതേസമയം 7 മുതൽ 8 സീറ്റുകൾ വരെ UDF ജില്ലയിൽ നേടുമെന്ന് മന്ത്രി പറയുമ്പോൾ അതിനെയും DCC പ്രസിഡന്റ് എഴുകോൺ സത്യശീലൻ അംഗീകരിക്കുന്നില്ല. 11 മണ്ഡലങ്ങളിൽ നേടുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഷിബു ബേബി ജോണിന്റെ നിലപാട് അത് ചവറയിൽ ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ നിലപാടാണ്. കോൺഗ്രസ് അവരുടേതായ നിലപാടും പ്രഖ്യാപിക്കുമ്പോൾ ചവറ ഒരു മന്ത്രിമണ്ഡലം എന്നുള്ള രീതിയിൽ ഏതൊക്കെ തരത്തിലാണ് ചിന്തിക്കുന്നത് രാഷ്ട്രീയപരമായി? രാജ്കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയസാധ്യതയെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് മന്ത്രി ഷിബു ബേബി ജോൺ വൈകിയാണെങ്കിലും കോൺഗ്രസിലെ അനൈക്യത്തെക്കുറിച്ച് പരസ്യമായി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിൽ കോൺഗ്രസ് രണ്ട് പാർട്ടിയെപ്പോലെ പ്രവർത്തിച്ചുവെന്നും ഷിബു ബേബി ജോൺ വെളിപ്പെടുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അപ്പാടെ മാറിയിട്ടുണ്ട്. അന്ന് പരമ്പരാഗതമായി UDFനെ പിന്തുണച്ചുകൊണ്ടിരുന്ന ചില ജനവിഭാഗങ്ങളുടെ ഇടയിലുണ്ടായ ആശങ്ക, ഭയം, ഇതൊക്കെ അത് ഫലപ്രദമായി അന്ന് LDFന് മുതലെടുക്കാൻ സാധിച്ചു. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ UDFിലെ അനൈക്യം മറ്റൊരിക്കലും കണ്ടിട്ടില്ലാത്ത നിലയിലേക്ക് പ്രത്യക്ഷത്തിൽ തന്നെ പല പാർട്ടി എന്നുള്ള നിലയിലേക്ക് ഒരു പാർട്ടി തന്നെ മാറുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. എന്നാൽ അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആ നിലയിലേക്കൊന്നും കാര്യങ്ങൾ ഉണ്ടാകില്ല. എന്നാൽ അത് അയാളുടെ അഭിപ്രായം മാത്രമാണെന്നും കോൺഗ്രസിൽ ഇപ്പോൾ ഗ്രൂപ്പില്ലെന്നും കൊല്ലം DCC പ്രസിഡന്റ് എഴുകോൺ സത്യശീലൻ ഷിബു ബേബി ജോണിനെ തള്ളി രംഗത്തെത്തി. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. കോൺഗ്രസിനകത്ത് ഇപ്പോൾ അഭിപ്രായങ്ങൾ തീർന്നിരിക്കുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിലേക്ക് വരുന്നതിനുള്ള യോജിപ്പ് കോൺഗ്രസിന് എല്ലാ തലങ്ങളിലും ആയിരിക്കും. ജില്ലയിൽ UDF 7 മുതൽ 8 സീറ്റ് വരെ നേടുമെന്ന് ഷിബു ബേബി ജോൺ പറയുമ്പോൾ 11 സീറ്റും നേടുമെന്ന് DCC പ്രസിഡന്റ് എഴുകോൺ സത്യശീലൻ തിരുത്തി. തീർച്ചയായും വിജയിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് 6 മുതൽ 7 സീറ്റ് വരെ ഒരു സംശയമില്ലാതെ വിജയിക്കാൻ സാധിക്കും എന്നുള്ളത്. അതിന് ഞങ്ങളുടേതായിട്ടുള്ള കണക്കുകൂട്ടലുണ്ട്. RSPയുടെ ശക്തിയും UDFന്റെ ശക്തിയും അതൊന്നിച്ചു ചേരുമ്പോൾ ഉണ്ടാകുന്ന, പിന്നെ ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായിട്ടുള്ള, ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടുള്ള ഒരു പൊതുസമൂഹത്തിൻ്റെ, സ്ത്രീകളുടെയൊക്കെ ഒരു പിന്തുണയുടെ കണക്കുകൂട്ടി വരുമ്പോൾ 6 മുതൽ 7 സീറ്റ് വരെ കൊല്ലം ജില്ലയിൽ UDF നേടുന്നതായിരിക്കും. കുന്നത്തൂർ, ചവറ, എരൈപുരം, കൊല്ലം, കുണ്ടറ. പിന്നീട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കരുനാഗപ്പള്ളി തുടങ്ങി. കരുനാഗപ്പള്ളി ഇതെല്ലാം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലവും കൂടെ വെച്ചുകൊണ്ടാണ്. കരുനാഗപ്പള്ളി, പത്തനാപുരം, കൊട്ടാരക്കരയിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും വിജയിക്കും എന്നുള്ള ഉറച്ച വിശ്വാസമാണ്. കാസർകോട്ടെ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലം 2016 തയ്യാറെടുക്കുമ്പോൾ 2011 മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ പോൾ ചെയ്ത വോട്ട് 1,32,973. 75.21% പോളിംഗ്. 75.21% വോട്ട് രേഖപ്പെടുത്തിയ 2011 മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ വിജയിയായത് PB അബ്ദുൾ റസാഖാണ്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിരുന്നു അബ്ദുൾ റസാഖ്. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 5,828. 49,817 വോട്ടാണ് PB അബ്ദുൾ റസാഖ് 2011 മഞ്ചേശ്വരത്ത് നിന്ന് സ്വന്തമാക്കിയത്. അബ്ദുൾ റസാഖിനെ കൂടാതെ 2011 മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച പ്രമുഖർ BJPക്ക് വേണ്ടി കെ സുരേന്ദ്രൻ നേടിയ വോട്ട് 43,989.
CH കുഞ്ഞമ്പു 35,000-ൽ പരം വോട്ടും സ്വന്തമാക്കിയിരുന്നു. ഈ പ്രമുഖരുടെയൊക്കെ വോട്ടിംഗ് ശതമാനം 2011-ൽ അബ്ദുൾ റസാഖ് 37.46%, സുരേന്ദ്രൻ 33% വോട്ട് സ്വന്തമാക്കിയപ്പോൾ CH കുഞ്ഞമ്പു 26.37% വോട്ടും 2011-ൽ സ്വന്തമാക്കി. മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ 2011-ന്റെ കണക്കുകൾ ഇത്തരത്തിൽ പറയുമ്പോൾ 2011-ൽ അതിനു മുമ്പുള്ള മഞ്ചേശ്വരത്തിന്റെ ചരിത്രം സണ്ണി ജോസഫിലേക്ക്. കേരളത്തിന്റെ വടക്കേയറ്റത്തുള്ള നിയോജക മണ്ഡലമാണ് മഞ്ചേശ്വരം. സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ എതിരില്ലാതെ തിരഞ്ഞെടുത്ത ചരിത്രവും മഞ്ചേശ്വരത്തിനുണ്ട്. LDFും UDFും മാറി മാറി വിജയിച്ചു വരുന്ന ഈ മണ്ഡലത്തിൽ LDFിനും UDFിനും BJPക്കും തുല്യനിലയിലുള്ള സ്വാധീനവുമുണ്ട്. മഞ്ചേശ്വരത്തിന്റെ ഈ ചരിത്രം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ തരത്തിലായിരിക്കും പ്രാവർത്തികമാവുക, ഏത് മുന്നണിയായിരിക്കും അത് സഹായിക്കുക? മഞ്ചേശ്വരത്തിന്റെ ചരിത്രബോധത്തിലൂടെ ഒട്ടേറെ സവിശേഷതകളുള്ള നിയോജക മണ്ഡലമാണ് മഞ്ചേശ്വരം. ഭാഷ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം സപ്തഭാഷകളുടെ സംഗമഭൂമി കൂടിയായ മഞ്ചേശ്വരത്ത് LDFിനും UDFിനും ഒപ്പം BJPക്കും നല്ല സ്വാധീനമുണ്ട്. ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ BJP 18 ഇടവും പ്രയോഗിച്ചുവെങ്കിലും ഇനിയും സാധിച്ചിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥിരമായി 2ാം സ്ഥാനക്കാരെ നിൽക്കേണ്ട സ്ഥിതിയാണ് BJPക്ക്. 1991 തെരഞ്ഞെടുപ്പിൽ 1071 വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് BJP നേതാവായിരുന്ന KG മാരാർ ഇവിടെ ചെർക്കുളം അബ്ദുള്ളയോട് തോറ്റത്. പൊതുവെ UDFിന് മേൽക്കൈയുള്ള മണ്ഡലമാണ് മഞ്ചേശ്വരം. 1957-ൽ M ഉമേഷ് റാവു ഇവിടെ നിന്നും സ്വതന്ത്രനായി എതിരില്ലാതെ വിജയിച്ചു. 60-ലും 65-ലും 67-ലും സ്വതന്ത്രനായി മഹാബല ഭണ്ഡാരിയാണ് വിജയിച്ചത്. 1970-ലും 77-ലും CPIയിലെ M രാമപ്പ മാസ്റ്ററും 80-ലും 82-ലും CPIയിലെ ഡോക്ടർ A സുബ്ബറാവുവും വിജയിച്ചു. 1987 മുതൽ 2006 വരെ മുസ്ലിം ലീഗിലെ ചെർക്കുളം അബ്ദുള്ള തിരഞ്ഞെടുക്കപ്പെട്ടു. 2006-ൽ CPIഎമ്മിലെ CH കുഞ്ഞമ്പു വിജയിച്ചു. 2011-ൽ മുസ്ലിം ലീഗിലെ PB അബ്ദുൾ റസാഖും തിരഞ്ഞെടുക്കപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ UDF 1ാം സ്ഥാനത്തും BJP 2ാം സ്ഥാനത്തും LDF 3ാം സ്ഥാനത്തും എന്നതാണ് മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിലെ സ്ഥിതി. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഫലം മാറിമറിയുന്നു. UDF അല്ലെങ്കിൽ LDF എന്നതാണ് മഞ്ചേശ്വരത്തിന്റെ സ്ഥിരമായ മനസ്സ്. കേരളത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറക്കുമെന്ന് BJP അവകാശപ്പെട്ടു വരുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. എന്നാൽ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വോട്ടെണ്ണി തീരുമ്പോൾ ജയിക്കുന്നത് ഒന്നുകിൽ LDF സ്ഥാനാർത്ഥി അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥി എന്നതാണ് മഞ്ചേശ്വരത്തിൻ്റെ ചരിത്രം. ഈ ചരിത്രത്തിൽ നിന്നുകൊണ്ട് മഞ്ചേശ്വരം 2016-ലേക്ക് കടക്കുമ്പോൾ ഏതു തരത്തിലായിരിക്കും രാഷ്ട്രീയപരമായി പ്രവർത്തിക്കുക? ചരിത്രത്തിൽ നിന്ന് 2016-ൽ മഞ്ചേശ്വരത്തിന്റെ രാഷ്ട്രീയ പ്രതീക്ഷകൾ ഏതു തരത്തിൽ? ആ പ്രതീക്ഷകൾ ചിന്തിക്കുമ്പോൾ തന്നെ മഞ്ചേശ്വരം ഇപ്പോൾ പ്രചരണ രംഗത്ത് സജീവമാവുക അതിൻ്റെ വികസനോന്മുഖമായ നിലപാടിൽ അധിഷ്ഠിതമായിട്ടാണ്. സണ്ണി ജോസഫിലേക്ക്. UDF സർക്കാരിൻ്റെ കാലത്ത് മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ വൻ വികസന കുതിപ്പുണ്ടായി എന്നാണ് മണ്ഡലം MLA PB അബ്ദുൾ റസാഖിൻ്റെ അവകാശവാദം. എന്നാൽ അത്തരമൊരു അവകാശവാദത്തെ ഖണ്ഡിക്കുകയാണ് LDF. മുൻ സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച വികസന പദ്ധതികൾ പോലും പൂർത്തിയാക്കുവാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ലെന്ന് LDF ആരോപിക്കുന്നു. ഇത്തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ മഞ്ചേശ്വരത്ത് വളരെ സജീവമായി നിലനിൽക്കുമ്പോൾ തന്നെ വികസനത്തിന്റെ പ്രചാരണം അത് തീവ്രമാകുമ്പോൾ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിന്റെ പ്രചാരണം 3 മുന്നണികൾക്കും ഏറ്റവും കടുത്ത മത്സരം തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ സൃഷ്ടിക്കുക. മഞ്ചേശ്വരത്തിന്റെ വികസന മുഖത്തിലൂടെ സണ്ണി ജോസഫ് നടത്തിയ യാത്രയിലേക്ക്. മഞ്ചേശ്വരം മണ്ഡലത്തിന് UDF സർക്കാരിൻ്റെ പ്രത്യേക പരിഗണന ലഭിച്ചുവെന്നും അതിൻ്റെ നേട്ടങ്ങൾ മണ്ഡലത്തിൽ പ്രതിഫലിക്കുന്നുവെന്നും PB അബ്ദുൾ റസാഖ് MLA പറയുന്നു. അതിനുള്ള അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങളും നിരവധിയാണ്. വിവിധ മേഖലകളിലായി 870 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കിയെന്നും സംസ്ഥാനത്തെ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ വികസന ഫണ്ട് ലഭിച്ച മണ്ഡലങ്ങളിലൊന്നാണ് മഞ്ചേശ്വരമെന്നും PB അബ്ദുൾ റസാഖ് MLA അവകാശപ്പെടുന്നു. ഏറ്റവും കൂടുതൽ വികസന ഫണ്ട് ലഭ്യമാക്കാൻ സാധിച്ച ഒരു മണ്ഡലം തന്നെയാണ്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് 1ാം നമ്പറിൽ നിൽക്കുകയാണ് ദുരിതാശ്വാസം. 13 കോടിയോളം രൂപ എൻ്റെ നിയോജകമണ്ഡലത്തിലേക്ക് ഈ പാവപ്പെട്ടവർക്ക് വാങ്ങിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മഞ്ചേശ്വരം താലൂക്ക് യാഥാർത്ഥ്യമാക്കാനായതും മഞ്ചേശ്വരം മത്സ്യബന്ധന തുറമുഖത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കാനായതും മലയോര ഹൈവേ പദ്ധതി തുടങ്ങാൻ സാധിച്ചതും പ്രധാന നേട്ടങ്ങളായി PB അബ്ദുൾ റസാഖ് MLA ചൂണ്ടിക്കാട്ടുന്നു. ഒരുപാട് കാലങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന താലൂക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു. മത്സ്യത്തൊഴിലാളികൾ ആഗ്രഹിക്കുന്ന ഹാർബർ അതിൻ്റെ പ്രവൃത്തി ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗതാഗത മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ സ്കൂളിനും അടിസ്ഥാന സൗകര്യത്തിൽ പുത്തൻ കെട്ടിടങ്ങൾ നൽകി. സ്കൂൾ കെട്ടിടങ്ങൾ കൂടുതൽ +2 ബാച്ചുകൾ മഞ്ചേശ്വരം ഗവൺമെൻറ് കോളേജിലും കുമ്പള IHRD കോളേജിലും പുതിയ കോഴ്സുകൾ, മെക്കാഡിൻ ടാറിംഗ് റോഡുകൾ എന്നിവ
പ്രധാനപ്പെട്ട വികസന നേട്ടങ്ങളായി PB അബ്ദുൾ റസാഖ് MLA അവകാശപ്പെടുമ്പോൾ മുൻ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിവെച്ച പല പദ്ധതികളും പൂർത്തിയാക്കാൻ പോലും MLAക്ക് സാധിച്ചിട്ടില്ലെന്ന് മഞ്ചേശ്വരം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയും മുൻ MLAയുമായ CH കുഞ്ഞമ്പു ചൂണ്ടിക്കാട്ടുന്നു. സാംസ്കാരിക രംഗത്ത് 4 സ്ഥാപനങ്ങളാണ് അന്ന് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു തുളു അക്കാദമി. LDF ഗവൺമെൻറ് വന്ന ആദ്യ വർഷം തന്നെ അംഗീകരിച്ചു. 5 വർഷം കൊണ്ട് ധാരാളം പരിപാടി നടത്തി. 1 ഏക്കർ സ്ഥലം അവിടെ തന്നു. തുളു ഭവൻ നിർമ്മിക്കുന്നതിനുള്ള പ്രോജക്റ്റ് സമർപ്പിച്ച് അതെല്ലാം പാസ്സായി. ഈ 5 വർഷം അതൊന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല, തുളു അക്കാദമി പരിപൂർണമായും തകർത്തു കളഞ്ഞു. മൊഗ്രാലിൻ്റെ സാംസ്കാരിക പൈതൃകം കണക്കിലെടുത്തിട്ടാണ് മൊഗ്രാൽ മാപ്പിള പഠന ഗവേഷണ കേന്ദ്രം എന്ന നിലയിൽ സ്ഥാപിച്ചത്. അത് അംഗീകാരം കിട്ടി. അത് മൊയ്യൻകുട്ടി വൈദ്യർ സ്മാരകത്തിൻ്റെ ഉപകേന്ദ്രമാക്കി കുറേ പഠന പ്രവർത്തനങ്ങൾ അതിൻ്റെ അകത്ത് നടന്നു. അന്ന് 10-16 ലക്ഷത്തോളം രൂപ ഗവൺമെൻറ് അനുവദിച്ചു. ഇപ്പോൾ ഈ 5 വർഷം കൊണ്ട് എന്താ ചെയ്തത്? മുസ്ലിം ലീഗ് അതെങ്കിലും ചെയ്യണ്ടേ? തകർത്ത് കളഞ്ഞല്ലേ? അന്ന് അഭിമാനത്തോടു കൂടി കൊണ്ടുവന്നതായിരുന്നു മറൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഒരാഴ്ചക്കുള്ളിൽ ഇത് മുഴുവൻ എടുത്തു കൊണ്ടുപോകുമ്പോൾ ഈ MLA ഒരു അക്ഷരം വേണ്ടിയില്ല. LDF ഒന്നും ഇവിടെ പോകട്ടെ എന്ന്. ഈ 1000 കോടി 300 കോടി എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും ഒന്ന് കാണാനില്ല. പ്രചരണത്തിന് വേണ്ടി എല്ലാം അടിച്ചുവിടാം. അത് ഏതൊരു ആളും ചെയ്യുന്നത് തന്നെയാണ്. ഗതാഗതം അസാധ്യമാകും വിധം കുമ്പള ഉപ്പള ദേശീയപാത മാസങ്ങളോളം തകർന്ന നിലയിലായിട്ടും പ്രശ്നപരിഹാരത്തിന് യാതൊരു നടപടിയും സ്വീകരിക്കാത്ത PB അബ്ദുൾ റസാഖ് MLAയുടെ വികസന നേട്ടങ്ങൾ മഞ്ചേശ്വരത്തെ ജനങ്ങൾക്ക് നന്നായി ബോധ്യപ്പെടുമെന്ന് CH കുഞ്ഞമ്പു പറഞ്ഞു. യഥാർത്ഥത്തിൽ ദേശീയപാതയിൽ കൃത്യമായി PWD വകുപ്പ്, നാഷണൽ ഹൈവേ വകുപ്പ് സമയാസമയങ്ങളിൽ അതിൻ്റെ എസ്റ്റിമേറ്റൊക്കെ തയ്യാറാക്കി സമർപ്പിച്ചാൽ ആദ്യം ഇവിടുന്ന് പണം ചെലവഴിച്ചാലും അത് കേന്ദ്രം PWD കൊടുക്കുന്നതാണ് ആ പണം. അതുപോലും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ദേശീയപാത പൊളിഞ്ഞു. പ്രാദേശികമായി ഒരു റോഡ് പോലും അവിടെ നന്നായി. ഈ പറയുന്നതെല്ലാം വസ്തുതയാണെങ്കിൽ മഞ്ചേശ്വരത്തെ ജനങ്ങൾ വളരെ സംഘർഷം സ്വാഗതം ചെയ്തത് ശരിയാണെന്ന് പറയണ്ടേ. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങൾ ഓരോ പാർട്ടികളും സജീവമായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ ആഴ്ച തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനവും ഉണ്ടായേക്കും. നാളത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി വീണ്ടും ഇതേ സമയം.